ലോക ഫുട്ബോളിൽ ഇത്ര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും താരമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വർഷം 2010 ബാലൻഡിയോർ റോബറിയിൽ പലരും ഇനീസ്റ്റയെ കുത്തി നിറച്ചപ്പോൾ തീർത്തും സെൻസേഷണൽ ആയിരുന്ന ഒരു സീസൺ കൈകാര്യം ചെയ്തിട്ടുള്ള വെസ്ലി സ്നൈഡറെ ചവച്ചരച്ച് തുപ്പുകയായിരുന്നു. തന്റെ അസാധാരണമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി, പ്ലേ മേക്കിംഗ്, ഒപ്പം ഗോൾ സ്കോറിംഗ് എബിലിറ്റി മറ്റുള്ള മിഡ്ഫീൽഡർമാരിൽ താരം വ്യത്യസ്തനായിരുന്നു. വർഷം 1990കളുടെ തുടക്കത്തിൽ നെതർലൻഡ്സ് ക്ലബായിട്ടുള്ള അയാസിലൂടെയായിരുന്നു സ്നൈഡറുടെ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ വർഷം 2002 തന്റെ 18ാമത്തെ വയസ്സിൽ അദ്ദേഹം അയാസിന്റെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് കണ്ടത് സ്പാനിഷ് മൊമ്മമാരായിട്ടുള്ള റയൽ മാഡ്രിഡിന്റെ കുപ്പായം അണിഞ്ഞ് വർഷം 2007. റയൽ മാഡ്രിഡിൽ അദ്ദേഹത്തിന് തരക്കേടില്ലാത്ത ഒരു സീസൺ കഴിഞ്ഞതിനു ശേഷം തൊട്ടടുത്ത വർഷം 2009 റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് സ്നൈഡർ ഒഴിവാക്കുകയും പകരം മറ്റൊരു ഗലാട്ടിക്കോ യുഗം റയൽ മാഡ്രിഡിൽ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ അന്ന് റയൽ മാഡ്രിഡിന് വേണ്ടാന്ന് വെച്ചിരുന്ന സ്നൈഡറെ വെച്ച് ഇന്റർ മിലാൻ അസലൊരു ഗെയിം പ്ലാൻ സൃഷ്ടിക്കുകയായിരുന്നു. അതും സാക്ഷാൽ ജോസെ മൗറിഞ്ഞയെ പരിശീലനാക്കിക്കൊണ്ടു.